ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനേഷ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നും പതിവുപോലെ രേണുസുതി യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബ്ലൂടിക്കൊക്കെ കിട്ടി നമ്മുടെ ഇൻസ്റ്റയിൽ വലിയ സെലിബ്രിറ്റിയായി മാറി. അപ്പോൾ പേരൊക്കെ ഒഫീഷ്യലായിട്ട് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ മാറ്റിയത് നമ്മൾ പറഞ്ഞിട്ടാന്നുള്ള രീതിയിലാണ് രേണു മാറ്റി വെച്ചത്. അതുപോലെ തന്നെ DP മാറ്റുന്ന സമയത്തും പറഞ്ഞിരുന്നു നമ്മൾക്ക്, അതായത് ശരിക്കും അത് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ്. അപ്പം മെറ്റാ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രൊഫൈൽ പിക്ചർ മാറ്റിയതാണെന്ന് പറയുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ ഫോട്ടോ ഇട്ടാലും കുഴപ്പമില്ലായിരിക്കുമല്ലോ. എനിക്ക് അറിഞ്ഞോടാ ഇനിയിപ്പോൾ സെപ്പറേറ്റ് രേണു സുധി എന്നല്ലേ, അപ്പോൾ രേണുവിനും സുധീനെയും ചേർത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഫോട്ടോ വന്നുകൊണ്ട് ഇപ്പോൾ പ്രശ്നം അല്ല, സബ്സ്ക്രിപ്ഷനിലല്ല പ്രൊഫൈൽ പിക്കിൽ ഫോട്ടോ വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ അറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും രേണുചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. അതുപോലെ തന്നെ പേര് മാറ്റിയതും ഇപ്പോൾ കമൻറ്റോളികൾ പറഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ID കാർഡിലെ പേരിടണമല്ലോ. അതുകൊണ്ടാണ് രേഷ്മ പി തങ്കച്ചനാക്കിയത്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുചേച്ചി രണ്ടിലും പേര് മാറ്റണമല്ലോ. ഒരെണ്ണത്തിൽ രേണുസുതി എന്നുള്ളതും ഒരെണ്ണത്തിൽ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ളതും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും മാറ്റുന്നതെങ്കിലും പറച്ചിലൊക്കെ പല രീതിയിലാണ് രേണുചേച്ചി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ഒരു ശല്യമായി മാറിയിരിക്കുന്നു. അതുപോലെ രേണു ചേച്ചീന് നമുക്ക് ഇൻസ്റ്റ തുറക്കാൻ വയ്യ, യൂട്യൂബ് തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, ഒന്നും തുറക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഈ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് രേണു ചേച്ചിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് റെഫർ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാം എപ്പോൾ തുറന്നാലും രേണുസുതിയുടെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട്, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കൂടുമ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല. എപ്പോൾ തുറന്നാലും രേണുസുതി ഇത് തന്നെയുള്ളൂ. രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനൊരു സാധനം തന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഈ അപ്പം കണ്ടിരുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറയുമ്പോൾ എന്തോ വൃത്തികെട്ട പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് പല വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാത്രമല്ല, നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ചെയ്യുന്ന നല്ല കണ്ടന്റും അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അവരുടെ എന്താ പറയുക ഫാമിലിയിലെ കുറച്ച് ആൾക്കാർക്ക് നല്ല നല്ല ആൾക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന പരിപാടിയാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഇപ്പോൾ രേണു മാത്രമല്ല പല ആൾക്കാരുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിനെ ദുരുപയോഗം ചെയ്യുന്നത്. ഇതൊന്നും ദുരുപയോഗം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഇതിനൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ബാൻ ചെയ്യാനുള്ള എന്തെങ്കിലും നടപടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് എതിരായ എന്തെങ്കിലും ആക്ഷൻ അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് വലിയൊരു ശല്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. എത്ര പെട്ടെന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോഴേക്കും, അതായത് ഇപ്പോൾ 1 month ആവാറായോ അറിയില്ല. അപ്പോൾ അപ്പോഴേക്കും പൊടുന്നതിനെ കൂടെ തന്നെയാണ് ഈ ആൾക്കാരൊക്കെ കയറുന്നത്. ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ കയറുന്നത്? അതായത് ഫ്രീ അല്ലല്ലോ, 199 ഇത്രയും കണ്ട രൂപയുണ്ട്. അപ്പോൾ അത്രയും കൊടുത്തിട്ട് ഇത് റീചാർജ് ചെയ്തിട്ട് കയറണ്ടേ? അതിന് മാത്രം എന്തുട്ടായാലും കാട്ടിക്കൂട്ടണേന്ന് അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് സ്ത്രീകളൊന്നും ആവില്ല, മിക്കതും പുരുഷന്മാരൊക്കെ ആയിരിക്കും. കാരണം സ്ത്രീകൾ കുറേ പേര് ഇങ്ങനെ ഇതിൽ കമൻറ്റും കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു ഇതിനെതിരായിട്ട്. അപ്പോൾ മിക്കതും പുരുഷന്മാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം വീട്ടിലും അരി വാങ്ങാനുള്ള കാശായിരിക്കാം, ഒരു 3-4 കിലോ അരി വാങ്ങാനുള്ള കാശായിരിക്കാം ഈ രേണു ചേച്ചിയുടെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ. രേണു ചേച്ചിന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ വൃത്തികെട്ട സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇവരുടെയൊക്കെ പല റേറ്റിനും സബ്സ്ക്രിപ്ഷൻ പരിപാടിയായിട്ട് ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇതിന് 300 സംതിങ്ങോ 500 സംതിങ് എത്ര കണ്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ സ്വന്തം കുടുംബത്ത് എല്ലാവരും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും കാശുള്ളവരാണ് ഈ ലോകത്ത്. പറയുമ്പോൾ എല്ലാവർക്കും പട്ടിണി ദരിദ്രമൊക്കെ, പക്ഷേ ഇതൊക്കെ ഓരോ മാസം റീചാർജ് ചെയ്യാനാണ് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ രൂപ കൊടുത്ത് സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ പാകത്തിന് എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിൽ നടക്കണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി നല്ല മെസ്സേജ് കൊടുക്കുന്നവരുണ്ടാവാം, പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പരിപാടിയാണെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നെപ്പോലെ തുടക്കം കേൾക്കുന്ന പലർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണക്കാരി രേണു ചേച്ചിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് സബ്സ്ക്രിപ്ഷൻ രേണു ചേച്ചിയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ടൈപ്പാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ പക്ഷേ പിന്നീട് മറ്റേ നമ്മുടെ ആദില നൂറ അങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലേ, അതുപോലെ കുറേ റിയാക്ഷൻ ചാനലുകാരുടെയൊക്കെ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ നല്ല കാര്യങ്ങളും കൂടി അതിലുണ്ട്, ഇങ്ങനത്തെ സാധനം മാത്രമല്ല എന്നുള്ളത്. അപ്പോൾ എന്നെ പോലെ പലർക്കും തെറ്റിദ്ധാരണയും കാര്യങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാണ് ഈ രേണുസുതിക്ക് മാത്രം സ്വന്തമായിട്ട് എന്താ പറയുക ചാനലുകാർ കൂടെയുള്ള, അതായത് മീഡിയക്കാർ കൂടെയുള്ള ഒരു സ്ത്രീയാണ് രേണുസുതി.
ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഇതുപോലൊരു സെലിബ്രിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. സെലിബ്രിറ്റി അല്ല, ഇങ്ങനൊരു പുള്ളിക്കാരത്തേക്ക് കൂടെ 24 hours എവിടെ പോയാലും ഇന്നിപ്പോൾ തുറന്നപ്പോൾ വോട്ട് ചെയ്യാൻ ഉള്ളിൽ കയറുന്നത്, കൈ കാണിച്ചു കൊടുക്കുന്നത്, ആൽബത്തിന് പോകുമ്പോൾ കാല് കാണിച്ചു കൊടുക്കുന്നു, ഷൂ കാണിച്ചു കൊടുക്കുന്നു, 35,000 ഷൂ ആണ്, എന്തൊക്കെ കാണിച്ചു കൂട്ടണേ ഇവരൊക്കെ സമൂഹത്തിൽ എന്ത് വിധം മെസ്സേജാണ് ഈ സ്ത്രീ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വല്ല നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയക്കാരൊക്കെ കൂടെ നടക്കുന്നത്. അതൊക്കെയാണ് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെയുണ്ട്. കുറേ കാല് കാണിച്ച്, കുറേ ചെരുപ്പ് കാണിച്ച്, കുറേ ആവശ്യമില്ലാത്തൊക്കെ കാണിച്ചുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ കൂടുതൽ അതായത് ദിവസം കൂടുന്തോറും ഭയങ്കരമായിട്ട് വെറുപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇത്രയും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഏതിലേയും വഴിക്കൂടെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാറ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട്, അതായത് എന്നെ പോലെയുള്ള പല സ്ത്രീകൾക്കും പറയാനുണ്ടാവും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ. കാരണം ഈ രേണുസുതി കാണിച്ചു കൂട്ടുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തൊക്കെ ദുരന്തങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. മാന്യമായിട്ട് വീഡിയോസ് ചെയ്തോടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നവരുടെ റീൽസും കാര്യങ്ങളും കാണാൻ ഇപ്പോൾ ആരുമില്ല. ഇപ്പം ഈ രേണു ചേച്ചി കാല് കാണിക്കുമ്പോഴേക്കും അവിടേക്ക് കുറേ എണ്ണം ഓടും, രേണു ചേച്ചി കൈ കാണിക്കുമ്പോഴേക്കും കുറേ എണ്ണം അങ്ങോട്ട് ഓടും. എന്ത് ദാരിദ്ര്യമാണ് ഇവിടെ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും നമുക്കൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, കാരണം ഇപ്പൊ വെക്കേഷനും കാര്യങ്ങളാണ്, ഇപ്പൊ പിള്ളേര് ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ കാണണമെന്നല്ല, പക്ഷെ ഇൻസ്റ്റയും ഇതൊക്കെ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി സാധനം വരില്ലേ. അപ്പൊ അവരും ഇത് കാണുന്ന, ഈ രേണുവിന്റെ മക്കളും ഇത് കാണുന്നില്ല. ഇത് ഒന്നില്ലെങ്കിൽ ഒരു അമ്മയല്ലേ. പിന്നെ മെയിനായിട്ട് പറയുന്ന കാര്യം, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളാണ് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്, മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയും മക്കളെ പോറ്റാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അമ്മമാരെ കാണുമ്പോണ്ടല്ലോ എടുത്തിട്ട് വരുമ്പോൾ വരയ്ക്കാൻ തോന്നും. നിങ്ങൾക്കൊക്കെ വേറെ വല്ല മാന്യമായിട്ടുള്ള ജോലി ചെയ്തോടെ, ഒന്നും വേണ്ട. ഈ യൂട്യൂബിൽ പല മാന്യമായിട്ടുള്ള കുറേ വീഡിയോസും, കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആൾക്കാർ കുറേ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിറഞ്ഞു. ഇതിൽ പണ്ടൊന്നും ഇത്രയൊന്നും നമുക്ക് യൂട്യൂബ് ഇതൊക്കെ ഫ്രീ ആയിട്ട് നോക്കി എത്ര നല്ല കോമഡി റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തുറന്നു നോക്കുമ്പോൾ വെറുപ്പിക്കലാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് പോട്ടെ, ഇൻസ്റ്റയാണ് തുറക്കാൻ പറ്റുന്നത്. ഇൻസ്റ്റയിൽ ഫുള്ളും, ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിക്കാത്ത കാരണം എനിക്ക് അത്ര അറിയില്ല. ഇൻസ്റ്റയിലാണ് ഫുള്ളും, നമുക്കങ്ങനെ തുറക്കാനേ പറ്റണില്ല. എപ്പോൾ തുറന്നാലും ഈ രേണുസുതി ഇത് തന്നെ ഉള്ളൂ മനുഷ്യന് കാണാനായിട്ട്. അപ്പോൾ പണ്ടൊക്കെ കുറേ നമ്മുടെ കോമഡി റീൽസ് അങ്ങനെ ഇപ്പോഴും കോമഡി റീൽസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം വരെ അവരൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണില്ല. ഈ രേണുസുതി പോലത്തെ ആൾക്കാരെ ആണ് ഇപ്പോൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണേന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കണ്ടില്ല, മറ്റേ സബ്സ്ക്രിപ്ഷനിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഏതോ ഒരു പെണ്ണുള്ള അവർക്ക് ഇത്രയും ലക്ഷം രൂപ, 40 ലക്ഷം 50 ലക്ഷം ഒരു മന്തിൽ കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. കാരണം അങ്ങനെ ആകുമ്പോഴാണല്ലോ നാളെ കുറച്ചും കൂടി പിള്ളേർ ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ, ചുമ്മാ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു 199 അല്ലെങ്കിൽ 300 രൂപ ഇട്ടിട്ട് ചുമ്മാ അങ്ങനെയൊക്കെ ആടിത്തുള്ളി നിന്നാൽ മതി, മേലനം കണ്ടല്ലോ, നല്ല പരിപാടിയാന്ന് പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ട് ഈ നിയമപാലകരൊക്കെ ഇങ്ങനെ കണ്ണടച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നടപടി എന്തായാലും വരേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ തലമുറ ശരിക്കും നശിച്ചു പോകും. അവരൊക്കെ ഇത് കണ്ട് ഇപ്പം എത്ര പിള്ളേരാണ് ഓരോരോ എന്താ പറയുക, കുറേ മാസ്ക് ഇട്ട് ഇതിട്ടൊക്കെ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു ബോധമല്ല. ഒരാൾ കാണിക്കുമ്പോൾ, അതായത് കൂടുതൽ ഇതാണല്ലോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ കൊള്ളാലോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും സബ്സ്ക്രിപ്ഷൻ, ഉമ്മരുന്ന് കാശല്ലേ ഒരു മാസത്തിൽ. ദയവ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി വേണം. ഇത് അൺസൈക്കബിൾ ആണ്. കാരണം സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല, ഞാനിപ്പോൾ രേണു ചേച്ചിയുടെയാണ് കൂടുതൽ വീഡിയോസ് അങ്ങനെ കാണാറ്. അപ്പം ഞാനിതുപോലെ റിയാക്ഷൻ വീഡിയോസിൽ കുറേ പേരുടെയൊക്കെ ഇങ്ങനെ പറയണ കേട്ടു. നമ്മളും പണ്ട് തൊട്ട് രേണു ചേച്ചിയുടെ ഇങ്ങനെ റിയാക്ട് ചെയ്യണം. കാരണം ആളുടെ വീഡിയോസ് ആണല്ലോ കൂടുതൽ എൻ്റെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ രേണു ചേച്ചിയുടെ കാര്യങ്ങൾ കൂടുതൽ പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തില്ലെങ്കിൽ കൂടി ആളുടെ നോർമൽ വീഡിയോസ് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ എന്ത് കുന്താണോ ഉണ്ടാവണേന്ന് അറിയില്ല. നോർമൽ തന്നെ എന്ത് കൈയും കാലും കാണിച്ച് ഓരോന്ന് എന്തൊക്കെ കാണിച്ച് കൂട്ടണേന്ന് തന്നെ അൺസൈക്കബിൾ. തുടക്കമൊക്കെ പിന്നെ തള്ളിമറയായിരുന്നു. ഇപ്പൊ തള്ളിമറ മാത്രമല്ല, ഓരോന്ന് കാണിക്കലും കൂടി ഉണ്ട്. അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. തള്ളിമറയെ സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെ ആൾക്കിപ്പോൾ ശരിക്കും എന്താ പറയണേ, ഇപ്പൊ മക്കളെ വളർത്താനാന്ന് പറയാനായിട്ട് കഴിഞ്ഞ ദിവസം പറയണ കേട്ടു, റേഷനാണ് വീട്ടിൽ, റേഷൻ അരി കിട്ടും, പഞ്ചാര കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. ഇപ്പൊ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു വീടും പണിത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ മക്കളെ പോറ്റണം എന്നുണ്ടെങ്കിൽ പഠിപ്പിൻ്റെ ചിലവൊക്കെ ഫ്ലവേഴ്സുകാരാണ് എടുക്കുന്നത്. അപ്പോൾ അഥവാ ഇനിയിപ്പോൾ പഠിപ്പിൻ്റെ ചിലവുണ്ടെങ്കിൽ തന്നെ ഒരു മോനിപ്പോൾ കിച്ചുപ്പോൾ അത്യാവശ്യം വലുതായി, അവന് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുകൂടി ഒരു ഋതപ്പനുണ്ട്. ഇതിപ്പോൾ ഈ ഭർത്താക്കന്മാർ മരിച്ച വിധവകളും അതുപോലെ ഉപേക്ഷിച്ച് ഇവരൊക്കെ ജീവിക്കണില്ല. ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണിച്ചിട്ടാണ് പറയണതിനൊരു ഇതില്ലേ, കോമഡി ആയിട്ട് തോന്നണില്ലേ ഈ പുള്ളിക്കാരത്തേക്ക്. അപ്പം മാനായിട്ട് പോട്ടെ, അവനവന് ഇപ്പം ഒന്നുമില്ലെങ്കിൽ പോട്ടെ, ഒരു കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ 10-15 രൂപ കിട്ടില്ല.
കാര്യമില്ല, അതുപോലെ ബാക്കി അരിയും പച്ചക്കറിയും അല്ല അരിയും റേഷനൊക്കെ കിട്ടുന്നില്ല, പിന്നെ ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ അല്ലെങ്കിൽ മോനെ പഠിപ്പിന് എന്തെങ്കിലും ചെറുതായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോരെ. ഇതിനൊക്കെ നാട്ടുകാർ വേറെ ഇനി നാട്ടുകാർ ചിലവിന് തരണം, അല്ലെങ്കിൽ മക്കളെ പോറ്റാനാണെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഓ, ആ മക്കൾക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് ബോധം വെച്ച് കിച്ചുവിനൊക്കെ നല്ല വെറുപ്പീരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് അവൻ്റെ വീഡിയോസിലൊക്കെ നമുക്ക് മനസ്സിലാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മോൻ്റെ കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടക്കിടക്ക് അവന് അയ്യോ റിതപ്പാന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഇടക്കിടക്ക് കാണുന്നുണ്ട്. എന്താരെ കാണിക്കാൻ വേണ്ടിയിട്ട് രേണു ഈ ചെയ്യുന്നത്? അതുപോലെ തന്നെ രേണു തന്നെ പറയുന്നുണ്ട്, രേണുവിൻ്റെ ചേച്ചിക്ക് പഠിപ്പുണ്ട്, ചേച്ചി നേഴ്സാണ്, പിന്നെ അളിയനെന്തോ എഞ്ചിനീയറോ എന്തോ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ജോലിക്കുള്ള എന്തോ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തങ്കച്ചൻ പപ്പ എന്താ കോൺട്രാക്ടറോ എന്ത് ജോലിയാണ്. ഇനിയിപ്പോൾ വയ്യങ്ങ അവിടെ ഇരുന്നോട്ടെ, ചേച്ചിയുണ്ട് അളിയനുണ്ടല്ലോ. പിന്നെ രേണുവിന് അത്യാവശ്യം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാമല്ലോ, ഇതുപോലെ കടയിൽ നിൽക്കുമോ, അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഇനിയിപ്പോൾ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മാനിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ അതുപോലെ. അപ്പം അത് ചെയ്ത് ഒരു കുടുംബമൊക്കെ അത്യാവശ്യം പോകാമല്ലോ. ഇതൊക്കെ ആരോടാ എൻ്റെ രേണു പറയണേ? മക്കളെ വളർത്താനാണ് അല്ലെങ്കിൽ കുടുംബം നോക്കാനാണെന്നൊക്കെ ഇതൊക്കെ ആരോടെ പറയണേ? അപ്പം അതുപോലെ രേണു സെലിബ്രിറ്റി എന്നിട്ട് വീഡിയോസിൽ അതൊക്കെ നമുക്ക് സഹിക്കാൻ വയ്യത്തെ. നടി രേണു ഒട്ടിക്കാൻ വന്നേക്കുകയാണ്. അയ്യോ, നടി സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് വിശേഷിപ്പിച്ച് സ്വന്തമായിട്ട് ഏതോ ഒരു മീഡിയക്കാരൻ, ഇനിയിപ്പോൾ മീഡിയക്കാരനെ സ്വന്തമായിട്ട് കൊണ്ട് നടക്കണതാണോ അതോ ഇവർ വീഡിയോസ് എടുത്ത് മീഡിയക്ക് അയച്ചു കൊടുക്കണതാണോ? ഇത്രയും ഹതഭാഗ്യനായ വൃത്തികെട്ട മീഡിയ ഏതാന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇത്രയും കണ്ടന്റിന് ദാരിദ്ര്യം പിടിച്ചൊരു ചാനല്, അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കണം. ഹതഭാഗ്യനെ ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞ് കൊള്ളാമെന്നുണ്ട്. ഇവരൊന്നും മുഖമൊന്നും കാണിക്കില്ലല്ലോ. പബ്ലിക്കിൽ മാന്യനായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന. എന്തൊക്കെ ഊള ചോദ്യങ്ങളാണ് രേണുവിൻ്റെ അടുത്ത്. രേണു അത് ചോദിക്കാൻ വേണ്ടി കാത്തിക്ക് എന്നോട് ചോദിക്കും, ഞാൻ ഇപ്പം പറഞ്ഞുതരാം മറുപടി എന്നുള്ള രീതിയിൽ. എന്തായാലും നിങ്ങൾ രേണുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളൊന്ന് സൂക്ഷിക്കുക, ഫോൺ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. രേണുസുധിയുടെ കണ്ടന്റ് ഒഴിവാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനെതിരെ രേണു ചേച്ചി മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ രേണു ചേച്ചിയുടെ കാര്യം കൂടെ പറയാം. ഇനി രേണു ചേച്ചിയുടെ അന്തം ഫാൻസ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വൃത്തികെട്ട കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് മൂക്കടിച്ച് ചപ്പിളിയാകും. അപ്പം അന്തം ഫാൻസ് എന്തായാലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഉണ്ട് കുറേ വൃത്തികെട്ട അന്തം ഫാൻസ്. ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞു ചുമ്മാ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എനിക്കിതൊന്നും കണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം എന്നെപ്പോലെ ഇതുപോലെ പ്രതികരിക്കാനായിട്ട് മുട്ടിയിരിക്കുന്ന കുറേ പേരുണ്ടാവും. കാരണം നമുക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. രേണു ഒരു ഭയങ്കര ശല്യം മാറിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക എന്ത് കണ്ടന്റാണ്. രേണു ചേച്ചി ഇങ്ങനെ ആ ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ പോകേണ്ടതൊന്നും നോക്കുക. എന്തിനാണ് പിള്ളേർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മോട്ടിവേഷനും അല്ല ആവശ്യമില്ലാത്ത ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? അപ്പം കൂടുതൽ ഫോൺ കൊടുക്കാതിരിക്കുക. ഫോൺ കൊടുത്ത് അബദ്ധവശാൽ ഇങ്ങനത്തെ വൃത്തികെട്ട സാധനങ്ങൾ കയറി വരും. അപ്പം എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇതിനെതിരെ എന്തായാലും ഒരു നടപടി വേണം എന്നാണ് ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരുടെ ആവശ്യം. അപ്പം രജിത് സാറ് ഇതിനെതിരായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ അതാ പറയണം, നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനോ അത് കാണാനോ ആരുമില്ല. അപ്പം ഞാൻ പറയുന്ന വീഡിയോ ഞാൻ വലിയ യൂട്യൂബർ അല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ പറയുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കാണാൻ ആരും ഇല്ലായിരിക്കും. ആ സമയം ചേച്ചിയുടെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ എന്ത് കണ്ടിട്ടാണ് അറിഞ്ഞോടാ. അപ്പം രേണു ചേച്ചി ദയവേത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ വളർന്നു വരുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ പിള്ളേർക്ക് മോശമായ കണ്ടൻറ്റും മോശമായ മെസ്സേജുകളാണ് ഡെയിലി ഈ 3-4 വീഡിയോസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയി ആൽബം ചെയ്യുകയോ അല്ല വേറെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. ഇതുപോലെ വൃത്തികെട്ട, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഒന്നെടുത്ത് കാണുക, ദയവേത് നിങ്ങളുടെ വീഡിയോ ഒന്ന് എടുത്ത് കാണുക, അല്ലെങ്കിൽ 4 പേരുടെ അഭിപ്രായം ഒന്ന് വായിച്ച് നോക്കുക. ആൾക്കാർ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കരുത്. ദയവ് ഇത് സ്വന്തം വീഡിയോസ് ഒന്ന് ആത്മാർത്ഥമായി എടുത്തു വെച്ച് കാണുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ, എല്ലാവരും ഇപ്പോൾ പെർഫെക്റ്റ് ഒന്നല്ല വീഡിയോസ് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം രേണു ചേച്ചിയുടെ പല പല കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനിക്കില്ല. അപ്പം അത് എന്തുകൊണ്ട് രേണു ചേച്ചിന് ഇത്രയും ദേഷ്യം വരുന്നു എന്നുള്ള കാര്യം രേണു ചേച്ചി വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ. രേണു ചേച്ചിക്ക് ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല രീതിയിൽ രേണു ചേച്ചിക്ക് ഉണ്ട് 2 മക്കൾ. അപ്പം നല്ല രീതിയിൽ നമ്മുടെ തലമുറയ്ക്ക് നല്ല നല്ല
നല്ല മെസ്സേജുകൾ കൊടുക്കാൻ രേണു ചേച്ചിക്ക് പറ്റും. ഇപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു 10 പേര് പോവാന്ന് വെച്ചാൽ പോയിക്കോട്ടെ, ഉള്ളവരെ വെച്ച് രേണു ചേച്ചിക്ക് ജീവിക്കാമല്ലോ. അപ്പം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പരിപാടി നല്ല കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളതാണ്. രേണു ചേച്ചി ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ അരി വാങ്ങാനുള്ള കാശ് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തിയിരിക്കുക നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.